നമസ്കാരം. നമുക്ക് MG യൂണിവേഴ്സിറ്റിയുടെ ബികോം പാഠപുസ്തകമായ ഗദ്യരാജിയിലെ കടൽ കൊണ്ട് എഴുതിയ ജീവിതം എന്ന പാഠത്തിലേക്ക് കടക്കാം. RB ശ്രീകലയുടേതാണ് ഈ പാഠഭാഗം. അധ്യാപിക, എഴുത്തുകാരി എന്ന നിലകളിൽ തൻ്റെ വ്യക്തിത്വം സാഹിത്യ മേഖലകളിൽ ശ്രദ്ധേയയാക്കിയ എഴുത്തുകാരിയാണ് RB ശ്രീകല. ധാരാളം സംഭാവനകൾ സാഹിത്യത്തിന് നൽകിയിട്ടുണ്ട്. ഇവിടെ കടൽ കൊണ്ട് എഴുതിയ ജീവിതം എന്നത് ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ, കിഴവനും കടലും എന്ന ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ പുസ്തകത്തിന്റെ ഒരു പഠനമാണെന്ന് പറയാം. അപ്പോൾ കിഴവനും കടലും എന്ന കൃതിയെ അതിന്റെ വിഭിന്ന തലങ്ങളിൽ വിലയിരുത്തുകയാണ് ഇവിടെ എഴുത്തുകാരി ചെയ്യുന്നത്. അപ്പൊ മനുഷ്യൻ എപ്പോഴും പോരുകളിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. അതായത് കാളപ്പോര്, ചൂതുകളി, നായാട്ട്, മത്സ്യബന്ധനം, ഇതെല്ലാം ഓരോ പോരുകളാണ്. അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടിരുന്ന ഹെമിംഗ്വേ എന്ന എഴുത്തുകാരന് അദ്ദേഹത്തിന്റെ പ്രതിയോഗിയുടെ മസ്തിഷ്കത്തേക്കാൾ ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന മനോബലവും ആത്മവിശ്വാസവുമാണ് അദ്ദേഹത്തെ നയിച്ചിരുന്നത്. അപ്പൊ അദ്ദേഹം അതുകൊണ്ടാണ് ഈ കൃതിയിലും ഒരു പൊരുതുന്ന കിഴവനെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ഒരു കൃതിക്ക് പുലിറ്റ്സർ പ്രൈസും അടുത്ത വർഷം നൊബേൽ സമ്മാനവും കിട്ടി. 1952 രചിക്കപ്പെട്ടത്. 90 പുറങ്ങളെ ഈ ഒരു പുസ്തകത്തിനുള്ളൂ. അപ്പൊ അത് ലോക സാഹിത്യത്തിന് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ നൽകിയത് ഒരിക്കലും നമുക്ക് തള്ളിക്കളയാനാവാത്ത മായാജാലം സൃഷ്ടിച്ച ഒരു കൃതിയായിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ ജീവിത പശ്ചാത്തലത്തിലേക്ക് കടക്കാം. 44 വയസ്സിലാണ് ഹെമിംഗ്വേ ഈ കൃതി എഴുതുന്നത്. ഇദ്ദേഹത്തിന്റെ പിതാവ് ഡോക്ടർ ഹെമിംഗ്വേ വായിൽ തോക്ക് തിരികെ വെച്ച് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോ രാവിലെ വെടിവെച്ച കേട്ട് ഈ കുടുംബം നോക്കുമ്പോൾ ഭർത്താവ് തല തകർന്ന് ചിതറിക്കിടക്കുകയായിരുന്നു. അച്ഛൻ ഡോക്ടർ ഹെമിംഗ്വേയുടെ മരണശേഷം 40 വർഷങ്ങൾ, അച്ഛനായ ഡോക്ടർ ഹെമിംഗ്വേ മരിച്ചതിന് ശേഷം ഏണസ്റ്റിന്റെ 40 വർഷങ്ങൾ സംഭവ ബഹുലമായിരുന്നു. ഹൈസ്കൂൾ പഠനത്തിന് ശേഷം 17-ാം വയസ്സിൽ പത്രത്തിൽ ജോലി നോക്കി. തുടർന്ന് 1-ാം ലോക മഹായുദ്ധത്തെ കാലത്ത് ആംബുലൻസ് ഡ്രൈവറായി. പഠിക്കുന്ന കാലത്ത് ഫുട്ബോൾ കളിക്കും, ബോക്സിങ്ങിനും മീൻപിടുത്തത്തിനും അദ്ദേഹം വ്യാപൃതനായിരുന്നു. അപ്പൊ സാഹസികമായി എന്തെല്ലാം ചെയ്യാൻ പറ്റും അതിനെല്ലാം ഏണസ്റ്റ് ഹെമിംഗ്വേ പോയി. മാതാവിനെയും പോലെ അമ്മ ആഗ്രഹിച്ചത് മകൻ ഉന്നത ബിരുദം നേടണമെന്നായിരുന്നു. പക്ഷെ ഹെമിംഗ്വേ പോയത് എവിടെയാണെന്ന് അറിയാമോ? റിക്രൂട്ടിംഗ് ഓഫീസുകൾ. അതായത് ബോക്സിങ്ങിൽ ഒരു കണ്ണ് അയാൾക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ യുദ്ധരംഗത്തേക്കുള്ള റിക്രൂട്ടിങ്ങിൽ നിന്ന് എപ്പോഴും ഇയാള് ഒഴിവാക്കപ്പെട്ടിരുന്നു. അങ്ങനെയാണ് ഈ യുദ്ധരംഗത്തുള്ള അമേരിക്കയുടെ റെഡ് ക്രോസിന്റെ വോളണ്ടിയർ സംഘത്തിൽ കയറിക്കൂടി. അവിടെ നിന്ന് അദ്ദേഹം ആംബുലൻസിന്റെ ഡ്രൈവറായിട്ട് മാറി. ഇതിനിടയിൽ തന്നെ മോട്ടോർ ബോട്ടിൽ ഷെൽ ബോംബ് വീണ് കൂടെ ഉണ്ടായിരുന്ന 2 പേര് മരണപ്പെട്ടു. ഹെമിംഗ്വേ മാത്രമാണ് പരിക്കുകളോടെ രക്ഷപ്പെട്ടത്. പക്ഷെ 237 ഇരുമ്പ് കഷ്ണങ്ങൾ ഹെമിംഗ്വേയുടെ ശരീരത്തിലേക്ക് 1/2 ഇഞ്ച് വലിപ്പമുള്ളത് അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് തളച്ചു കയറി. അപ്പൊ മകൻ വീട്ടുകാരോട് ഇങ്ങനെ പെരുമാറുന്നതുകൊണ്ട് മകനോട് വീട്ടുകാർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് അദ്ദേഹം തിരിച്ചെത്തിയെങ്കിലും അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റുമായിരുന്നില്ല, ശരീരത്തിലെ ഈ മുറിവുകളുടെ വേദന കാരണം. അപ്പൊ അദ്ദേഹം ആത്മകഥയിൽ പറയുന്നത് കുറച്ചൊക്കെ വേദനയും സാഹസികതയും ഇല്ലെങ്കിൽ ജീവിതം ഒന്നുമല്ലെന്നാണ്. പിന്നീട് അദ്ദേഹം കാനഡ വിട്ട് ഷിക്കാഗോയിലെത്തി. അവിടെ റിപ്പോർട്ടുകൾ, ലേഖനങ്ങളൊക്കെ എഴുതി കൊടുത്ത് ജീവിച്ചു. അക്കാലത്താണ് മേരി ഹാർട്ട്ലിയുമായിട്ട് അദ്ദേഹം അടുപ്പമായതും അത് ആ ഒരു വിവാഹത്തിൽ കലാശിച്ചത്. അപ്പോ വീട്ടുകാര് ഹെമിംഗ്വേയെ കളഞ്ഞു. പക്ഷെ അനിയൻ ലിസെസ്റ്റർ മാത്രമാണ് ചേട്ടനെ ആരാധനയോടെ നോക്കിക്കണ്ടത്. പിന്നീട് ഭാര്യയായ മേരി ഹാർട്ട്ലിയുമായിട്ട് അദ്ദേഹം യൂറോപ്പിലേക്ക് പോയി. അവിടെ ചെന്ന് കാളപ്പോര് നടന്നു കണ്ടു. പിന്നെ പാരീസിലേക്ക് പോയി. അന്ന് 23 പ്രായം. എഴുതിയ കഥകളെല്ലാം പെട്ടിയിൽ അടുക്കി സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പം അക്കാലത്ത് ഈ മേരിയുടെ അശ്രദ്ധ കാരണം ഒരു നോവലും 18 കഥകളും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. 24-ാം വയസ്സിൽ ഹെമിംഗ്വേയുടെ ആദ്യ പുസ്തകം പുറത്തു വന്നു. 3 കഥകളും 10 കവിതകളും. അന്നൊക്കെ അമേരിക്കൻ പ്രസിദ്ധീകരണങ്ങൾ ഹെമിംഗ്വേയുടെ കഥകളൊന്നും പ്രസിദ്ധപ്പെടുത്തുമായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ആദ്യ പുസ്തകത്തിന് 170 കോപ്പിയാണ് അച്ചടിച്ചത്. അതേ വർഷം വസന്ത പ്രവാഹങ്ങൾ എന്നൊരു നോവലും പുറത്തു വന്നു. പാരീസിലെ ജീവിതം മടക്കുമ്പോൾ സ്പെയിനിൽ പോയി കാളപ്പോര് കാണും. ഇടയ്ക്ക് ബോക്സിംഗ് ഗ്രൗണ്ടിൽ ചെന്ന് എതിരാളികളെ ഇടിച്ചു വീഴ്ത്തി. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പതിവ്. 1926 മുതലാണ് അദ്ദേഹത്തിന്റെ സാഹിത്യ ജീവിതം പുഷ്ടിപ്പെട്ടത്.
പിന്നെ ആദ്യ ഭാര്യയുമായിട്ടുള്ള മേരി ഹാർഡ്ലിയുമായിട്ടുള്ള ബന്ധം വേർപെടുത്തി. വോഗ് മാസികയുടെ പാരീസ് ലേഖികയായ പോളിൻ ഫീഹറെ വിവാഹം കഴിച്ചു. പിന്നെ 2 തവണ കൂടെ ഇദ്ദേഹം വിവാഹം കഴിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അടിസ്ഥാനപരമായിട്ട് ഇദ്ദേഹത്തിൽ ഒരു സ്ത്രീ വിദ്വേഷി ഉണ്ടായിരുന്നു. അപ്പൊ സ്വന്തം അമ്മയോടുള്ള വെറുപ്പിൽ നിന്നാണ് അത് തുടങ്ങിയത്. അപ്പൊ അച്ഛനെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത് അമ്മയാണെന്ന് അയാള് വിശ്വസിച്ചു. പിന്നെ ഈ അമ്മ അച്ഛൻ ആത്മഹത്യക്ക് ഉപയോഗിച്ച തോക്ക് മകൻ അയച്ചു കൊടുത്തു. അതോടൊപ്പം ഒരു ചൂണ്ടയും കൂടെ അയച്ചു കൊടുത്തു. അപ്പൊ സാഹസികമായി ജീവിക്കാനാണ് ഇദ്ദേഹം ആഗ്രഹിച്ചത്. ആവശ്യം കഴിഞ്ഞ സ്ത്രീകളെ ഉപേക്ഷിക്കുന്ന മനസ്ഥിതിക്കാരനായിരുന്നു. അപ്പൊ കാളപ്പോര് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിലനിന്നിരുന്ന ഒരു ആകർഷണമാണ്. അതാണ് സ്പെയിനിൽ പോകാൻ അദ്ദേഹത്തിന് കൂടുതൽ തോന്നിയത്. അപ്പൊ ഹെമിംഗ്വേയുടെ ജീവിതത്തെ കുറിച്ച് ഒരു ആകർഷണം തോന്നിയതുകൊണ്ട് MT വാസുദേവൻ നായർ ഹെമിംഗ്വേ ഒരു മുഖവുര എന്ന പേരിൽ ഒരു പുസ്തകം എഴുതി. അതിൽ MT എഴുതിയത് ഒരു യഥാർത്ഥ സാഹിത്യകാരൻ ഓരോ പുസ്തകവും ഒരു തുടക്കമാണ്. പരിശ്രമത്തിനപ്പുറം ഉള്ള തുടക്കം, എന്തെങ്കിലും നേടിയെടുക്കാനുള്ള പരിശ്രമത്തിനപ്പുറമുള്ള തുടക്കം. ഒരിക്കലും ചെയ്തിട്ടില്ലാത്തതോ മറ്റുള്ളവർ ശ്രമിച്ചോ പരാജയപ്പെട്ടതോ ചെയ്തു തീർക്കാനായിരിക്കണം അയാൾ എപ്പോഴും ശ്രമിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഭാഗ്യം കൊണ്ട് ചിലപ്പോൾ രക്ഷപ്പെടും. സ്പാനിഷിലെ ആഭ്യന്തര യുദ്ധകാലത്ത് അവിടുത്തെ വാർത്താ ലേഖകനായിട്ട് ഇദ്ദേഹം ജോലി നോക്കി. അവിടെ ഇരുന്ന് ക്യൂബയുടെ തലസ്ഥാനമായ ഹവാനയിലെ ഹോട്ടൽ മുറിയിൽ നിന്ന് 17 മാസം കൊണ്ടാണ് മണി മുഴങ്ങുന്നത് ആർക്ക് വേണ്ടി എന്ന നോവൽ പൂർത്തിയാക്കിയത്. വീണ്ടും 1952 ഹെമിംഗ്വേയുടെ മാസ്റ്റർ പീസായ കിഴവനും കടലും പുറത്തു വന്നു. അപ്പൊ ആ വർഷം തന്നെ പുലിറ്റ്സർ സമ്മാനം നേടി. പിന്നെ അദ്ദേഹം നോബൽ സമ്മാനത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ പേര് 53 നിർദ്ദേശിക്കപ്പെടുകയുണ്ടായി. പക്ഷെ 1953 വിൻസ്റ്റൺ ചർച്ചിലിനാണ് നൊബേൽ സമ്മാനം കിട്ടിയത്. പിറ്റേ വർഷം 54 അദ്ദേഹത്തിന് ഈ നോബൽ സമ്മാനം കിട്ടി. ഹെമിംഗ്വേ മരിച്ചപ്പോ അന്ത്യോപചാരം അർപ്പിച്ചുകൊണ്ട് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോൺ കെന്നഡി പറഞ്ഞത്, അമേരിക്കക്കാരുടെ വൈകാരികവും മാനസികമായ ഭാവങ്ങളെ എത്ര ബലമായി സ്പർശിക്കാൻ മറ്റൊരു എഴുത്തുകാരനില്ല എന്നാണ്. അപ്പൊ ഇതിലെ കിഴവനും കടലും എന്ന നോവൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. അതിൽ ഏറ്റവും അധികം നമ്മളെ സ്പർശിക്കുന്നത് ആ കിഴവന്റെ മനസ്സിന്റെ ഉറപ്പ് തന്നെയാണ്. ആ സാന്റിയാഗോ എന്നൊരു കിഴവനും മാർലിൻ എന്ന മത്സ്യവും തമ്മിലുള്ള പോരാട്ടമാണ്. ഒറ്റയ്ക്കൊരു മനുഷ്യൻ ഒരു സംഘം സ്രാവുകളുമായി നടത്തുന്ന ഏറ്റുമുട്ടലാണ്. അപ്പൊ മരണം എന്ന സമസ്യ പിന്നാലെയുണ്ട്. അതിന് നേരെയുള്ള കുതിച്ചു ചാട്ടമാണ് നോവൽ. അപ്പൊ ഒറ്റയാണെങ്കിലും വാർദ്ധക്യത്തിലാണെങ്കിലും നിലനിൽപ്പിന് വേണ്ടി പൊരുതുന്ന ഒരു മനുഷ്യനെ ഇതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യനെ നശിപ്പിക്കാൻ കഴിയും, പക്ഷെ പരാജയപ്പെടുത്താനാവില്ല എന്ന മഹാസത്യത്തിന്റെ സന്ദേശം നോവലിലെ വരികൾക്കിടയിൽ മുഴങ്ങി കേൾക്കാം. അപ്പൊ നോവലിലെ സാന്റിയാഗോ ഒരു ഒറ്റപ്പെട്ട മനുഷ്യനാണ്. ഭാര്യ മരിച്ച അയാളുടെ സഹായിയായ ഇഷ്ടപ്പെട്ട ഒരു ചെറുക്കനുണ്ടായിരുന്നു. ആ ചെറുക്കനെ രക്ഷിതാക്കൾ വിളിച്ചോണ്ട് പോയി. അപ്പൊ ഇങ്ങനെ ഒറ്റപ്പെടലിലും ഏകാന്തതയിലുമാണ് അയാൾ കടലിന്റെ ആഴങ്ങളിലേക്ക് പോയി കൂടുതൽ അപകടങ്ങളിൽ ഏർപ്പെടാൻ പോലും അദ്ദേഹത്തിന് മനസ്സ് ഒരുങ്ങുന്നത്. അവൻ നൊബേൽ സമ്മാനം കൊടുത്ത കമ്മിറ്റി ഇപ്രകാരം പറഞ്ഞു: നോവലിന്റെ ആഖ്യാന ശൈലി വളരെ ശ്രദ്ധേയമാണ്. പദാവലികൾ വളരെ മിതമാണ്, ശക്തമാണ്. വികാര തീവ്രമായ മുഹൂർത്തങ്ങളിലൂടെയാണ് ഈ കൃതി മുന്നോട്ട് പോകുന്നത്. ലളിതവും ആകർഷകവുമായ ശൈലി, ഓജസ്സുള്ള ഭാഷ. അപ്പൊ വലിയൊരു നോവലാക്കി വികസിപ്പിക്കാൻ പറ്റുമായിരുന്ന ഒരു കഥാശില്പത്തെ 100-ൽ താഴെ പേജുകൾ മാത്രമുള്ള ഒരു ചെറു നോവലാക്കി എഴുതുകയാണ് ഏണസ്റ്റ് ഹെമിംഗ്വേ ചെയ്തത്. അപ്പൊ മനോലിൻ എന്ന ബാലനോടുള്ള കിഴവന്റെ അടുപ്പവും വിചിത്രമായ ബന്ധവുമാണ് ഈ നോവലിൽ നിറഞ്ഞു നിൽക്കുന്നത്. നേരിട്ട് കഥ പറയുന്ന രീതിയാണ്. അപ്പോൾ അതിലെ കഥാപശ്ചാത്തലം ചുരുക്കി പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. മെക്സിക്കോ കടലിലെ ഗൾഫ് സ്ട്രീമിൽ മീൻ പിടിച്ചിരുന്ന ഒരു കിഴവനായിരുന്നു സാന്റിയാഗോ. വഞ്ചിയിൽ തനിയെ ആയിരുന്നു മീൻ പിടുത്തം. അയാൾക്ക് മീൻ കിട്ടാതായിട്ട് ഇന്നേക്ക് 84 ദിവസം കഴിഞ്ഞു. ഇങ്ങനെയാണ് അത് ആരംഭിക്കുന്നത്. എന്നാൽ ആദ്യത്തെ 40 ദിവസം ഒരു ചെറുക്കനും കിഴവനോടൊത്തുണ്ടായിരുന്നു. 40 ദിവസം കഴിഞ്ഞിട്ട് മീൻ കിട്ടാതെ വന്നപ്പോൾ രക്ഷിതാക്കളുടെ നിർബന്ധപ്രകാരം ആ ചെറുക്കൻ മറ്റൊരു വഞ്ചിയിൽ പോയി തുടങ്ങി. ആ വഞ്ചിക്കാർ 3 വലിയ മത്സ്യങ്ങളെ പിടിച്ചു. പക്ഷെ ഈ കിഴവൻ എന്നും ബോട്ടില് പോയിട്ട് ഇങ്ങനെ വള്ളത്തിൽ നിന്ന് ചെറിയ മീനുകളില്ലാതെ വരുന്നത് അവന് വലിയ വിഷമമായിരുന്നു. സഹായികൾ ആരും തന്നെ ഇല്ലാതെ സ്രാവുകളെ പിടിക്കുകയായിരുന്നു ഈ കിഴവൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നോവലിസ്റ്റ് പറയുന്നത്, കിഴവൻ അയാളുടെ കണ്ണുകൾ ഒഴികെ ബാക്കിയെല്ലാം പഴക്കം ചെന്നതായിരുന്നു. ആ കിണറിന്റെ കടലിന്റെ നിറം, ഉല്ലാസം നിറഞ്ഞ തോൽവി അറിയാത്ത കണ്ണുകൾ, അതാണ് അയാളുടെ കണ്ണുകളുടെ പ്രത്യേകത. അപ്പൊ ജീവിതത്തെ പിന്നിലേക്ക് വലിക്കുന്ന കാര്യങ്ങളിലൊന്നും അയാൾ താല്പര്യപ്പെട്ടിരുന്നില്ല. ആഫ്രിക്കയിലെ സിംഹക്കൂട്ടങ്ങളെ കുറിച്ച് നോവലിൽ പറയുന്നുണ്ട്.
കൊടുങ്കാറ്റിയോ സ്ത്രീകളുടെ മൽപ്പിടുത്തങ്ങളെയോ പോരാട്ടങ്ങളെയോ ഭാര്യയെ പോലും അയാൾ സ്വപ്നം കണ്ടില്ല. അയാളുടെ സ്വപ്നം ആഫ്രിക്കൻ കടലോരത്തെ സിംഹങ്ങളായിരുന്നു. ഇപ്പൊ വാർദ്ധക്യവും സിംഹക്കുട്ടികളും ചേർന്ന ഒരു ജീവിത കാമനയിലാണ് അയാളുടെ ജീവിതം. കിഴവന്റെ സ്വപ്നം അയാളുടെ ഇച്ഛാശക്തിയുടെ നിലയ്ക്കാത്ത പ്രവാഹമാണ്. അപ്പൊ വിട്ടുകൊടുക്കാനാവാതെ, നമുക്കറിയാലോ ഇപ്പോഴും ലോകത്ത് ജീവിക്കാനായി കഷ്ടപ്പെടുന്ന വൃദ്ധജനങ്ങൾ ഒരുപാടുള്ള സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റും തന്നെ കച്ചവടക്കാരായും ചുമട്ടുകാരായിട്ടൊക്കെ എത്ര പ്രായം ചെന്നവരാണ് ജീവിക്കുന്നത്. പണ്ടൊക്കെ ഞാൻ തനിച്ചിരിക്കുമ്പോൾ പാടുമായിരുന്നു എന്നൊക്കെ അയാൾ പറയുന്നു. രാത്രിയിൽ വേട്ടയ്ക്ക് പോയിട്ട് വരുമ്പോഴാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഏകാന്തതയെ, വാർദ്ധക്യമാണെങ്കിൽ ഏകാന്തമായ ജീവിതത്തെ വിട്ടുകൊടുക്കാൻ അയാൾക്ക് താല്പര്യമില്ല. അങ്ങനെയുള്ള ഒരു പോരാളിയുടെ മാനസിക വൃത്തിയാണ് ഹെമിംഗ്വേയിൽ കാണുന്നത്. അപ്പൊ ഒറ്റയ്ക്ക് തുഴഞ്ഞാണ് ഇയാൾ കടലിൽ പോകുന്നത്. മാത്രമല്ല അയാളുടെ യുദ്ധകാലത്തെ ഓർമ്മകൾ അയാൾ പറയുന്നുണ്ട്. ഇഴഞ്ഞു മുടന്തി യാത്ര ചെയ്യുന്നതിനിടയിൽ വെടിയുണ്ട കാൽമുട്ടിലും മറ്റൊന്ന് നെരിയാണിയിലും തറഞ്ഞു കയറി. വേറൊരു പട്ടാളക്കാരനെയും ചുമന്നുകൊണ്ടായിരുന്നു എന്റെ യാത്ര. അയാളാണെങ്കിൽ മരിച്ചു കഴിഞ്ഞു. അപ്പൊ ഇത്തരം അനുഭവങ്ങൾ, ജീവിതത്തിലുണ്ടായ ഇത്തരം അനുഭവങ്ങളാണ് ഇയാൾക്ക്, ഹെമിംഗ്വേക്ക് ആ കഥാപാത്രത്തെ, സാന്റിയാഗോ എന്ന കിഴവനെ ഇത്ര ശക്തമായി ചിത്രീകരിക്കാനുള്ള കഴിവ് കൊടുത്തത്. അപ്പൊ കടലിൽ ഒറ്റയ്ക്ക് സ്രാവ് വേട്ടയ്ക്ക് പോകുമ്പോൾ സാന്റിയാഗോ എന്ന കിഴവൻ അനുഭവപ്പെടുന്നതും ഹെമിംഗ്വേക്ക് കിട്ടിയതുപോലുള്ള നരക യാതനകളാണ്. അപ്പൊ സ്വന്തം അനുഭവത്തിന്റെ തീക്ഷ്ണത ആഴത്തിൽ പകർത്തിയത് കൊണ്ടാവും കിഴവനും കടലും അനുഭവതലത്തിൽ ആഴത്തിൽ വന്ന് തറയ്ക്കുന്നത്. അപ്പൊ ചൂണ്ടകൾ എറിഞ്ഞിട്ടിരിക്കുന്ന ഹെമിംഗ്വേയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ ഈ ചൂണ്ട 3-4 എറിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ജലാശയത്തിന്റെ ഏറ്റവും അടിയിലായിരുന്നു. അതിനെല്ലാം മത്തിയാണ് കൊളുത്തിയിട്ടിരുന്നത്. അപ്പൊ അയാളുടെ ആ ഒരു ചൂണ്ടയിൽ മീൻ കുരുക്കുമ്പോഴുള്ള ആ രീതി ഇതിനകത്ത് പറയുന്നുണ്ട്. അയാളുടെ ചരട് ബലമുള്ളതും മത്സ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതുമായിരുന്നു. അപ്പൊ ആ ചരട് മുതുകിലൂടെ പിടിച്ചു വലിച്ച് വെള്ളത്തുള്ളികൾ മണിമണിയായിരുന്നു ചാടിക്കൊണ്ടിരുന്നു. അപ്പൊ ഈ മത്സ്യബന്ധന യന്ത്രം ഉപയോഗിക്കുമ്പോഴുള്ള ചലനങ്ങൾ പോലും സൂക്ഷ്മമായി ഏണസ്റ്റ് ഹെമിംഗ്വേ നോവലിൽ ചിത്രീകരിക്കുന്നുണ്ട്. അണയാത്ത പ്രതീക്ഷയുമായി നിൽക്കുന്ന ഒരു യോദ്ധാവിനെ പോലെയാണ് കടലിൽ ഈ കിഴവനെ നമ്മൾ കാണുന്നത്. സൂര്യൻ അസ്തമിക്കാൻ 2 മണിക്കൂർ സമയമുള്ളൂ. അതിനു മുമ്പ് ഈ സ്രാവ് വരും, അല്ലെങ്കിൽ ചന്ദ്രൻ ഉദിക്കുന്നതോടെ എത്തും. എന്നിട്ടും വന്നില്ലെങ്കിൽ സൂര്യോദയത്തിൽ, അതായത് പ്രതീക്ഷയാണ് അയാൾ നൽകുന്നത്. അപ്പൊ ഈ ഇതിനെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ അയാളുടെ മസിലുകൾ, പേശികളൊക്കെ വേദനിക്കുകയാണ്. പക്ഷെ തനിക്ക് ഒരു വേദനയില്ലെന്ന് അയാൾ പറയുന്നുണ്ട്. അപ്പൊ ഇത്രത്തോളം ശക്തിയെ തന്നെ പുറകിലേക്ക് വലിക്കുകയാണെങ്കിൽ എത്ര ശക്തിയുള്ള മീനായിരിക്കും അവനെന്ന് പറയുന്നു. അവനെ ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ, ആരോടാണ് അവൻ എതിരിടുന്നതെന്ന് അറിയാൻ കഴിഞ്ഞെങ്കിൽ എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. മരണം ഈ നോവലിലെ ഒരു പ്രധാന വിഷയമാണ്. ചൂണ്ടയിൽ കുടുങ്ങിയ മീനിനോട് കിഴവൻ പറയുന്നുണ്ട്, മീനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. ഈ പകൽ അവസാനിക്കും മുമ്പ് ഞാൻ നിന്നെ കൊല്ലും. ഇതൊരു യോദ്ധാവിന്റെ ഭാഷണമാണ്. സകല ചരാചരങ്ങളോടും ഇയാൾ സംസാരിക്കുന്നുണ്ട്. വന്നിരിക്കുന്ന പക്ഷിയോടും ഒക്കെ പറയുന്നു. നിനക്ക് എത്ര വയസ്സായി, ഇത് നിന്റെ ആദ്യ യാത്രയാണോ എന്നൊക്കെ കിഴവൻ പക്ഷിയോട് ചോദിക്കുന്നു. ഇനി ആത്മഭാഷണമായിട്ട് ഇയാൾ പറയുന്ന ആ ഒരു വലിയ സ്രാവ് അടുത്ത് തന്നെ എന്നെ കിട്ടണം, അതിന്റെ തലയിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക് തന്നെ എൻ്റെ ചാട്ടുളി എറിയണം എന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പൊ കൂറ്റൻ മാർലിൻ മത്സ്യത്തെ അയാൾ പിടിക്കുമ്പോൾ അതിനെ വളരെ ഊക്കോടുകൂടി അത് എറിഞ്ഞ് അതിന്റെ ചെകിളയ്ക്ക് തൊട്ട് പിന്നിൽ ചെന്നാണ്, ആ മീനിന്റെ ചെകിളയ്ക്ക് പിന്നിലാണ് അതിന്റെ ഈ ചാട്ടുളി തളഞ്ഞു കയറുന്നത്. അപ്പം മുഴുവൻ ഭാഗവും അകത്തേക്ക് കയറിയപ്പോ മരണം മുന്നിൽ കണ്ട മത്സ്യം ഒന്ന് പിടഞ്ഞു. അപ്പൊ വലിയ ഭീമാകാരമായ മത്സ്യമാണ്. ഇതിങ്ങനെ അതിന്റെ വേദന കൊണ്ട് അത് വെള്ളത്തിന് മുകളിലേക്ക് ഉയർന്നു വരുന്നു. എന്നിട്ട് അവൻ വഞ്ചിയിൽ ഇങ്ങനെ വെള്ളം അടിച്ച് തെറിപ്പിക്കുകയാണ്. അപ്പൊ അത് കണ്ടപ്പോഴാണ് കിഴവന് തല ചുറ്റിയത്. അപ്പൊ ഇതിലിവിടെ ഹെമിംഗ്വേ തന്നെ മീൻപിടുത്തത്തിൽ റെക്കോർഡ് ഉണ്ടാക്കിയ ഒരു മനുഷ്യനാണെന്ന് പറയുന്നു. മാത്രമല്ല ധാരാളം മീന് പിടിച്ചതിന്റെ റെക്കോർഡ് ഇന്ന് ഹെമിംഗ്വേക്ക് സ്വന്തമാണ്.
അപ്പൊ ഇയാള് ഈ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് മറ്റുള്ളവരുമായിട്ട് മല്ല് പിടിക്കുമെന്നൊക്കെ പറയുന്നില്ലേ, അപ്പൊ അതുപോലെ വലിയൊരു മത്സ്യത്തെ പിടിക്കുമ്പോൾ ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്തിയ ഭാവമാണ് നോവലിസ്റ്റിൽ ഉള്ളത്. അപ്പൊ ഏറ്റവും പ്രധാന ഈ നോവൽ എന്തെന്നറിയാം, മാർലിൻ മത്സ്യത്തെ എടുത്ത് വഞ്ചിയിലിടാൻ കിഴവന് പറ്റിയില്ല. അതിന്റെ ഭാരം കൊണ്ട് വഞ്ചി മുങ്ങിപ്പോകും. അതുകൊണ്ട് വഞ്ചിയുടെ സൈഡിൽ അതിനെ കെട്ടിവെച്ചുകൊണ്ടാണ് ഇയാൾ യാത്ര പോകുന്നത്. പക്ഷേ സ്രാവുകൾ വന്ന് കൂട്ടത്തോടെ വന്ന് ഈ വഞ്ചിയിൽ കെട്ടിവെച്ചിരിക്കുന്ന മാർലിൻ മത്സ്യത്തെ കടിച്ച് തിന്നുന്ന കാഴ്ച നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്നതാണ്. ഈ സ്രാവുകളോടും അദ്ദേഹം പൊരുതി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അപ്പൊ ഇതിലെ തകഴിയുടെ ചെമ്മീനിൽ സ്രാവിനോട് എതിർക്കുന്ന പഴനിയുണ്ടല്ലോ, അത് ചിലപ്പോൾ ഈ നോവലിൽ നിന്നുള്ള ഒരു ഭാഗമായിരിക്കും അവിടെ എടുത്ത് ചേർത്തത്. അപ്പൊ താൻ ചൂണ്ടയിട്ട് പിടിച്ച മത്സ്യം തന്റെ സമ്പത്താണ്, അതിനെ തിന്നാൻ വരുന്ന സ്രാവുകളോട് എതിർക്കുന്ന വൃദ്ധനെ കാണുന്നുണ്ട്. പിന്നീട് ഇയാള് ഇതിൽ ജയിച്ചെങ്കിലും ദുരന്തത്തിലേക്കാണ് ജീവിതം പോകുന്നത്. മാർലിൻ മത്സ്യത്തിന്റെ 40 റാത്തൽ മാംസം സ്രാവുകൾ കൊണ്ടുപോയി. അതിന്റെ കൂടെ അയാളുടെ ചാട്ടുളിയും പോയി. മാത്രമല്ല പിന്നീട് ഒരുപാട് മീനുകൾ ഇതിനെ തിന്നാനായി ശ്രമിക്കുന്നു. അപ്പൊ കയ്യിരുന്ന കമ്പ് കൊണ്ട് അയാൾ ആ സ്രാവുകളെ തല്ലാൻ ശ്രമിക്കുന്നുണ്ട്. സ്രാവിന്റെ മസ്തകത്തിൽ അടിച്ച് അതിനെയും തോൽപ്പിച്ച് അയാൾ തളർന്നു. അതിനെ അടിച്ച് വീഴ്ത്തുകയാണ് അയാൾ ചെയ്യുന്നത്. അവസാനം ക്ഷീണിതനായപ്പോൾ അയാൾ വായിൽ നിന്ന് പുളിരസമുള്ള തുപ്പൽ കടലിലേക്ക് തുപ്പിയിട്ട് പറയുന്നു, നിങ്ങൾ മനുഷ്യനെ തിന്നെന്ന് വേണമെങ്കിൽ സങ്കല്പിച്ചോളൂ, പക്ഷെ അതൊരു സ്വപ്നം മാത്രമായിരിക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ എപ്പോഴും അവന്റെ ശക്തിയിലുള്ള വിശ്വാസം, മരണത്തിന്മേലുള്ള അവന്റെ ജയിക്കാനുള്ള അഭിവാഞ്ച, ഇതൊക്കെയാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പൊ ആദ്യം നമ്മൾ കാണുന്ന ഒരു ബാലനുണ്ടല്ലോ, ഇയാളുടെ സഹായി, അയാള് അവസാനം കിഴവനെ കാണാനായ പയ്യൻ എത്തുന്നുണ്ട്. അപ്പൊ ഇയാള് പിടിച്ച ആ വലിയ മാർലിൻ മത്സ്യം ഇയാളുടെ ബോട്ട് കരയിലെത്തുമ്പോൾ അതൊരു എല്ലിൻ കൂട് മാത്രമായി തീർന്നിരിക്കുന്നു. ഒഴിഞ്ഞ ബിയർ പാട്ടകൾക്കും ചത്തുകിടക്കുന്ന കണമ്പ് മീനുകൾക്കും ഇടയിൽ അറ്റത്ത് കൂറ്റൻ വാലുള്ള വരി നീണ്ട അസ്ഥി കൂടാതായിട്ട് മാറിയിരിക്കുന്നു ഇയാൾ കൊണ്ടുവന്ന മീന്. പിന്നീട് അയാൾ തളരുന്നു. ഇത്രയും ദിവസങ്ങളായില്ലേ അയാള് തളർച്ചയോടെ കുടിലിലേക്ക് പ്രവേശിക്കുന്നത് ക്രിസ്തുവിന്റെ ക്രൂശുമെടുത്തുള്ള യാത്രയോടാണ് സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് അയാളുടെ ആ കിടപ്പ് കാണുമ്പോൾ ക്രൂശിലെ ക്രിസ്തുവിന്റെ അവസ്ഥയായിട്ട് താരതമ്യപ്പെടുത്തുന്നുണ്ട്. അയാള് പൊരുതി നേടിയതൊന്നും അയാൾക്ക് പ്രയോജനപ്പെടുന്നില്ല, കൊണ്ടുവരാൻ അയാളെ കൊണ്ട് കഴിഞ്ഞില്ല. അപ്പൊ ഏകാഗിയായി ഒരു മനുഷ്യൻ നടത്തിയ യുദ്ധതന്ത്രമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് താരതമ്യപ്പെടുത്താവുന്ന ഭാരതീയ അംശം, മഹാഭാരത യുദ്ധത്തിന്റെ അവസാനം എന്താണ് യുദ്ധം ചെയ്തവർ നേടിയത്? ഒന്നും നേടിയില്ല. അതുപോലെ തന്നെയാണ് ഇയാളെ നേടി ഒരു പിടിച്ച മത്സ്യത്തേക്ക് കരയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. ഒരു ഫലശൂന്യമായ വിജയത്തിന്റെ കരയിലേക്കാണ് ഇയാൾ എത്തുന്നത്. അപ്പൊ അധ്യായങ്ങളോ ഭാഗങ്ങളോ തിരിക്കാത്ത ഒരൊറ്റ കഥ പോലെയാണ് ഈ നോവൽ മുന്നോട്ട് പോകുന്നത്. കിഴവനും കടലുമാണ് മുഖ്യ കഥാപാത്രങ്ങൾ. അപ്പൊ ഈ ഒരു കൃതി തരുന്ന ദാർശനിക മാനം എന്ന് പറഞ്ഞാൽ വ്യർത്ഥത, അതായത് ഒന്നുമില്ലായ്മയുടേതാണ്. പൊരുതി നേടാനുള്ളതാണ് പാഠം, ജീവിതം എന്നൊരു പാഠവും കൂടെ ഈ നോവൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ ഹെമിംഗ്വേയുടെ ജീവിതം തന്നെയാണ് ഈ കൃതി. ഇപ്പൊ യുദ്ധത്തിന്റെ ഏറ്റവും മുൻപന്തിയിൽ നിന്നുകൊണ്ട് ജീവിതത്തിന്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് ഈ എഴുത്തുകാരൻ. പിന്നെ അദ്ദേഹം യുദ്ധലേഖിയായ ഒരു സ്ത്രീ വിവാഹം കഴിച്ചു. പിന്നീട് അവരൊരു 15 ഏക്കർ സ്ഥലം, നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് അവർ കഴിഞ്ഞത്. താൻ വെടിവെച്ചിട്ട കാട്ടുമൃഗങ്ങളുടെ ചായം തേച്ച തലകളൊക്കെ അദ്ദേഹം ആ വീട്ടിൽ അലങ്കരിക്കാൻ വെച്ചിരുന്നു. സാന്റിയാഗോ മരണമില്ലാത്തൊരു കഥാപാത്രമാണ്. ദിവസങ്ങളോളം ഭക്ഷണമില്ലാതെ സ്രാവ് വേട്ടയിൽ അദ്ദേഹം ഏർപ്പെട്ട് വിജയിയായിട്ട് തിരിച്ചു വരുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ പ്രതിബന്ധങ്ങളോട് മല്ലടിച്ച് വിജയം നേടാൻ ആഗ്രഹിക്കുന്ന കിഴവൻ ഓരോ മനുഷ്യന്റെയും പ്രതീകമാണ്. ഇപ്പൊ സ്പാനിഷ് യുദ്ധകാലത്ത് ഗറില്ല യുദ്ധമുറകളുടെ ഏറ്റവും സമൃദ്ധമായ പ്രയോഗം കണ്ടുപിടിച്ച് അത് പൊരുതി ജയിച്ച ആളാണ് ഹെമിംഗ്വേ. അപ്പൊ അദ്ദേഹം ഒരു ഒളിപ്പോരാളിയുടെ പ്രത്യക്ഷമായ രൂപമായിട്ടാണ് കിഴവനെ അവതരിപ്പിക്കുന്നത്.
എന്തായാലും വാർദ്ധക്യത്തിന്റെ ഏകാന്തതയിലും പരാധീനതകളിലും പെട്ട് മനസ്സ് തളരാത്ത ജീവിതാസക്തിയുടെ ലവണ ജലപ്രവാഹത്തിൽ നീന്തി തുടിക്കുന്ന ഒരു വ്യക്തിയാണ് ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ കിഴവനും കടലും എന്ന നോവലിലെ സാന്റിയാഗോ എന്ന കഥാപാത്രം.